നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോളെ, പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്. സത്യമോളുടെ കാര്യത്തില് ഇനിയെങ്കിലും ഒരു തീരുമാനം എടുക്കണം. സത്യമോളുടെ കാര്യത്തിന് തീരുമാനമാകുമ്പോ പപ്പിമോളുടെ കാര്യത്തെക്കുറിച്ച് അമ്മ എന്ത് ചിന്തിച്ചു? അപ്പൊ ഈ വിഷ്ണു അച്ഛൻ ആള് കൊള്ളാലോ. പിന്നല്ലാതെ ഇനിയും മത്സരം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെയും ജയിച്ചേനെ. ശാരദാമ്മക്ക് കേക്കണോ, മത്സരം തുടങ്ങാറായിട്ടും ഈ അമ്മ അവിടേക്ക് വന്നില്ലെന്നേ. എല്ലാ കുട്ടികൾക്കും അച്ഛനും ഉണ്ട് അമ്മയുണ്ട്, എനിക്ക് മാത്രം ആരുമില്ല. ബിഗ് ഫ്രണ്ട് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? അതെന്താടി, നീ കൊച്ചിന്റെ പരിപാടിക്ക് നേരത്തെ സ്കൂളിൽ ചെല്ലേണ്ടതല്ലേ? തിരക്കില് പെട്ടുപോയതാ അമ്മേ. അമ്മ വരാൻ വൈകിയാലെന്താ, മോളുടെ ബിഗ് ഫ്രണ്ട് വന്നില്ലേ? ഭാഗ്യം, അതുകൊണ്ടാ നാണക്കേടിന്ന് ഒഴിവായി, ജയിക്കുകയും ചെയ്തു. എന്തായാലും മോള് ക്ഷീണിച്ചു വന്നതല്ലേ. ശാരദാമ്മ പാലും ബിസ്ക്കറ്റും ഒക്കെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, പോയി എടുത്ത് കഴിച്ചോ. അയ്യോ, എന്റെ ട്രോഫി ഇങ്ങ വന്നേ. ഉമ്മ ഇന്ന് സത്യ ആ ട്രോഫിയും കെട്ടിപ്പിടിച്ചേ കിടക്കുള്ളൂന്ന് തോന്നുന്നു. അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് അച്ഛൻ തന്നെ കൊടുത്തതല്ലേ. ആ ട്രോഫിക്ക് അവളൊരു വിലയിട്ടിട്ടുണ്ട്. ആ വില കൊടുക്കാൻ നിനക്കോ എനിക്കോ കഴിയില്ല, വിഷ്ണുവിന് മാത്രമേ കഴിയൂ. അച്ഛനെ കാണണമെന്നുള്ള അവളുടെ ആഗ്രഹം കാണുമ്പോ വല്ലാത്തൊരു വിഷമം. അവിടെ ഫാദേഴ്സ് ഡേ ആയിട്ട് അമ്മമാരെങ്ങനെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ചിന്തയിൽ തന്നെയാണ് ഞാൻ അവിടെ ചെന്നത്. അവിടെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് സത്യക്ക് ട്രോഫി വാങ്ങിക്കൊടുത്ത വിഷ്ണുവേട്ടനെ കണ്ടപ്പോ ഞാൻ തകർന്നു പോയമ്മേ. ഈ കാലചക്രം തിരിയുന്നതിനെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് മോളെ. അതിൽ ഇന്നത് നടക്കും, ഇന്നതേ നടക്കാവൂ എന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. അതനുസരിച്ച് ആട്ടം ആടുന്ന വെറും കോലങ്ങളാ നമ്മളൊക്കെ. വിഷ്ണു അവിടെ ചെല്ലണമെന്നതും സത്യമോളുടെ അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കണമെന്നതും എഴുതി വയ്ക്കപ്പെട്ട വെളിപ്പെടുത്താനാവാത്ത സത്യം തന്നെയാ. വിഷ്ണുവേട്ടനുമായിട്ട് ഇന്നൊരു പകല് മുഴുവൻ ചെലവഴിച്ചതുണ്ടാവും. അവളിന്ന് ഭയങ്കര ഹാപ്പിയാ. എന്തൊക്കെയോ നേടിയെന്നുള്ള ഭാവം. എന്നെ മൈൻഡ് ചെയ്യുന്നേ ഇല്ലായിരുന്നു. പപ്പിയും വിഷ്ണുവേട്ടനും സത്യയും അവരുടെ ലോകമായിരുന്നു. എന്നാ സ്കൂൾ മുറ്റം കുട്ടികൾക്കൊപ്പം വിഷ്ണുവേട്ടനും ആ കളികളെല്ലാം ആസ്വദിച്ചു. ആ ഒരു സന്തോഷം സത്യക്ക് ഇവിടെ വന്നിട്ടും തീരുന്നില്ലായിരുന്നു. ഇനിയും സത്യ സന്തോഷിക്കും. വിഷ്ണുവാണ് സത്യയുടെ യഥാർത്ഥ അച്ഛനെന്നറിയുമ്പോ. ഇനി എന്തിനാ മോളെ ആ കുഞ്ഞിൽ നിന്നത് മറച്ചു പിടിക്കുന്നത്? അമ്മേ, മനസ്സിന്റെ വിഷമം കൊണ്ട് പറഞ്ഞതാ മോളെ. അതിന്റെ ആ കുഞ്ഞു മനസ്സ് നിറയെ അച്ഛന്റെ സ്നേഹം കൊതിക്കുന്നുണ്ട്, അച്ഛന്റെ വാത്സല്യം കൊതിക്കുന്നുണ്ട്, അച്ഛനോടൊപ്പം ഓടിച്ചാടി നടക്കാൻ കൊതിക്കുന്നുണ്ട്. ഓരോ പ്രായത്തിലും ഓരോ കുട്ടിക്കും കിട്ടേണ്ട സ്നേഹവും സംരക്ഷണവും ഉണ്ട്. 6 മാസത്തിൽ കിട്ടേണ്ട വാത്സല്യം 6 മാസത്തിൽ തന്നെയല്ലേ കിട്ടേണ്ടത്? അതുപോലെ തന്നെ 6 വയസ്സിൽ കിട്ടേണ്ട അച്ഛന്റെ സ്നേഹവും പരിചരണവും 16ാമത്തെ വയസ്സിൽ കിട്ടിയിട്ട് കാര്യമുണ്ടോ മോളെ? നീ ആലോചിക്കേ. എല്ലാവരും അവരുടെ അച്ഛന്മാരെ കൊണ്ടുവരുമ്പോ എനിക്ക് എന്റെ അച്ഛന്റെ പേരെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ? കഴിയില്ല മോളെ. അമ്മയ്ക്കിപ്പോ ആ സത്യം വെളിപ്പെടുത്താനാവില്ല. മോൾക്ക് അച്ഛനെ കിട്ടുമായിരിക്കും. അതേസമയം പക്ഷെ മറ്റൊരാളെ സത്യം ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയിരിക്കും. പറഞ്ഞിട്ട് വരുമ്പോ ഈ ശ്യാമി പിന്നെ അന്വേഷിച്ചു വരരുത്.
ഏതെങ്കിലും കുളത്തിലോ തോട്ടിലോ കായലിലോ ചത്തു പൊങ്ങി ഞാൻ. രോഹിത് അങ്കിൾ ഒരിക്കലും വെറുക്കാത്ത രീതിയിൽ ശ്യാമ ആന്റിയെ വെറുക്കും. ഇത്രയും നാളെ കൊണ്ടു നടന്ന പപ്പി മുളന്ന സ്വപ്നം തനിക്കിന്നു മുതൽ അന്യാണെന്ന് അറിയുന്ന നിമിഷം രോഹിത് അങ്കിൾ എന്ത് വേണമെങ്കിലും പ്രവർത്തിക്കാം. അനാഥനാണെന്ന് സ്വയം പറഞ്ഞുകൊണ്ടിരുന്ന രോഹിത്തിന് സ്വർഗം പോലെ കിട്ടിയത് പപ്പിമോള്. ഭൂമിയില് അയാളുടേതെന്ന് സ്വയം അവകാശപ്പെട്ട് സ്വന്തമാക്കി വെച്ചിരിക്കുന്ന ഏക സ്വത്ത്. സത്യമോൾക്ക് വേണ്ടി, എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഇവരുടെയൊക്കെ ജീവിതം ഞാൻ കൊരുതി കൊടുക്കണോ? കഴിയില്ല. എനിക്ക് എന്റെ സന്തോഷത്തിന് വേണ്ടി മറ്റുള്ളവരുടെ സന്തോഷം ഇല്ലാതാക്കാൻ എനിക്ക് ആവില്ല. എല്ലാവരുടെയും ചോദ്യത്തിന് മൗനമായി മറുപടി പറയാനേ എനിക്കിപ്പോ കഴിയും. വയ്യ, മറ്റൊരാളുടെ കണ്ണീര് കാണാനുള്ള ശക്തി എനിക്കില്ല. അത് സ്വന്തം കൂടെപ്പിറപ്പിൻ്റെതാകുമ്പോ ഒട്ടും സഹിക്കാനാവില്ല. പോകുന്നത്രയും പോട്ടെ, അല്ലാതെ വേറെ വഴിയില്ല. മോളെ, പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്. സത്യമോളുടെ കാര്യത്തില് ഇനിയെങ്കിലും ഒരു തീരുമാനം എടുക്കണം. സത്യമോളുടെ കാര്യത്തിന് തീരുമാനമാകുമ്പോ പപ്പിമോളുടെ കാര്യത്തെക്കുറിച്ച് അമ്മ എന്ത് ചിന്തിച്ചു? പറയമ്മേ, രോഹിത്തിന്റെ അവസ്ഥ പിന്നെ എന്തായിരിക്കും? ഇത്രയും നാള് കുടുംബിനിയായി കഴിഞ്ഞ അമ്മയുടെ മകൾ ശ്യാമയുടെ ജീവിതം പിന്നീട് എവിടെയായിരിക്കും? പറ അമ്മേ. ഇതൊക്കെ ആലോചിക്കുമ്പോ അച്ഛൻ അടുത്തില്ലെന്ന് ഒറ്റ സങ്കടമായി സത്യ കഴിയുന്നതല്ലേ അമ്മേ നല്ലത്? ഇതിപ്പോ അച്ഛൻ ഇല്ലാന്നല്ലല്ലോ, കൺമുന്നില് കാണുന്നില്ലേ? മോളെ, എടി, പക്ഷെ അവൾ അറിയുന്നില്ലല്ലോ. അത് എന്റെ അച്ഛനാണെന്ന് അവക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ. അതിന് വഴി സർവേശ്വരൻ കാണൂ അമ്മേ. ബന്ധങ്ങളെ അറുത്ത് മുറിച്ചുകൊണ്ട് ഒരു ജീവിതം കിട്ടാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. വേർപെട്ടു നിൽക്കുന്നതിന്റെ വേദന മനസ്സിലാക്കിയവർക്ക് മറ്റുള്ളവരെ വേർപെടുത്താനുള്ള മനസ്സ് കാണില്ലമ്മേ. അമ്മയ്ക്കറിയോ, എന്റെ ഒരു വാക്കിൽ എനിക്കൊരു ജീവിതം കിട്ടുമ്പോ മറ്റൊരു ജീവിതം മറുഭാഗത്ത് തകരുന്നത് അമ്മയുടെ മകളുടെ തന്നെയാ, ശ്യാമ. എന്നെ പോലെ പിടിച്ചു നിൽക്കാനും തരണം ചെയ്യാനും അവൾക്ക് പ്രാപ്തിയുണ്ടോ? ഇല്ല. ഒരു ജന്മം മുഴുവൻ ആ പാവം ഇരുന്ന് കരഞ്ഞു തീർക്കും. ആ പാപം കൂടി എന്തിനാ അമ്മ ഞാൻ തലയിലേറ്റുന്ന? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.